ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ബിഗോണിയ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടും ബുഷി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും അതേപോലെ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഞാൻ എങ്ങനെയാണ് റീപോർട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. പോട്ടിംഗ് മിക്സിനായിട്ട് മണലാണ് എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ മണ്ണും എടുത്തിട്ടുണ്ട്. ബിഗോണിയ പ്ലാന്റ്സ് നടാൻ വേണ്ടിയിട്ട് അധികം വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള പോട്ടിംഗ് മിക്സ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ കരിയില പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശീമക്കൊന്നയുടെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് നൈട്രജൻ പ്ലാന്റ്സിന് കൊടുക്കുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയുടെ പകരമായിട്ട് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിന് പകരം നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുക്കാത്തത്. ഞാനിവിടെ മണ്ണും മണലും കരിയില പൊടിച്ചതും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ചട്ടിയിലോട്ട് നിറച്ച് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ തന്നെ നനച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ്. അപ്പോൾ എനിക്ക് കുറച്ച് പ്ലാന്റ്സ് കിട്ടിയപ്പോൾ ഞാനിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിൻ്റെ റൂട്ടൊന്നും ഡാമേജ് ആവാത്ത രീതിയിൽ തന്നെ ഇതിനെ പറിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് പ്ലാന്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചട്ടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നിലത്ത് വെച്ചിട്ട് തന്നെ പ്ലാന്റ്സ് നല്ല രീതിയിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ചെടി നട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കുഴി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ നനച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കുഴി ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. മണ്ണ് നമ്മളിങ്ങനെ മാറ്റുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പ്ലാന്റ്സ് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഈ പ്ലാന്റ് വളരെ ശ്രദ്ധിച്ചാണ് പറിച്ചെടുത്തിരിക്കുന്നത്. അതിൻ്റെ വേരിനോ ഒന്നും ഒരു കുഴപ്പമുണ്ടാവാത്ത രീതിയിൽ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മണ്ണൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബിഗോണിയ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം വെള്ളം കൂടുതലാകുമ്പോൾ പ്ലാന്റിൻ്റെ തണ്ട് അഴുകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതേ രീതിയിൽ ഞാൻ വേറെ 2 പ്ലാന്റ്സും കൂടി നട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ബിഗോണിയ പ്ലാന്റ്സ് ആണിത്. ഇത് വളർന്ന് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇത് ലീഫും നല്ല ഷൈനിങ് ആയിട്ടുള്ള ലീഫാണ്. അതുപോലെ തന്നെ തിക്കായിട്ട് ബുഷിയായിട്ട് വളർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിലും ഫ്ലവർ വന്നില്ലെങ്കിലും ഈ പ്ലാന്റ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ നട്ട് കൊടുത്തിട്ടുള്ള റെഡ് ബിഗോണിയ പ്ലാന്റ് ആണിത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് ബുഷിയായിട്ട് തന്നെയാണ് വളർന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ ലീവ്സ് കാണാനും നല്ല ഭംഗിയാണ്. ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എപ്പോഴും ഇതിലിങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ വൈറ്റ് ബിഗോണിയ പ്ലാന്റിലും ഫ്ലവേഴ്സ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്